ഷെഫീക്കെ നല്ല വിശപ്പുണ്ടാ, നമുക്ക് നല്ല ചൂട് പൊറോട്ട ബീഫും കഴിച്ചാലോ? ഒന്ന് പോടാ, 3-3.5 വർഷം കഴിഞ്ഞാ വരുന്നത്. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കഴിച്ചോളാം. എന്റെ ഉമ്മച്ചി ഉണ്ടാക്കി തരും. എനിക്ക് എന്റെ ഉമ്മച്ചിനെ ഒന്ന് കണ്ടാ മതി. രമേശേ, നിനക്ക് ഓർമ്മയില്ല? നിനക്ക് ഓർമ്മയില്ല. എന്തേ? ഇവന്റെ ഉമ്മച്ചി ഉണ്ടാക്കി തരുന്ന കൂമ്പുത്തൂരൻ ഭയങ്കര ഇഷ്ടമാ. കൊതി പിടിച്ചിരിക്കുക. എടാ സത്യം പറയാലോ, ഞാൻ എന്റെ അമ്മയെ കണ്ടു മടുത്ത്. അതെന്നും കാണുന്നോണ്ടാണ്. കുറച്ചു നാൾ കാണാതിരിക്കും, അപ്പൊ അവരുടെ വില മനസ്സിലാവും. വെപ്രാളം പിടിക്കാതെടി പോകാ. നീ അടുപ്പത്തിരിക്കുന്ന കരിയാതെ നോക്കാം. അങ്ങോട്ടൊന്ന് വണ്ടി നിർത്തിയ വേഗം വാ. ചേച്ചി സിലാക്കാർട്ടി ഉണ്ടോ? ഉണ്ടല്ലോ. ഒരു മാസത്തേക്ക് എത്രയാവും? ഒരു ദിവസം 2 വെച്ചല്ലേ? 2 ആണെന്ന് തോന്നുന്നു. ഒന്ന് കൂട്ടിയിട്ട് പറയാമോ? ഇവ എന്തെടുക്ക നോക്കട്ടെ പോയിട്ട്. ഒരു മാസത്തേക്ക് 650 ആവും. അല്ലടാ, അമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ തന്നാ. എന്നാ മേടിക്ക് ചേച്ചി. ഒരു മാസത്തേക്ക് 650 എന്നല്ലേ പറഞ്ഞേ? അതെ. ഓ, ഒരു 100 രൂപയ്ക്ക് തന്നാ മതി. ഒരു മാസത്തേക്ക് എടുക്ക്. ഷെഫീക്കെ, എടാ 100 രൂപയ്ക്ക് മതിടാ, പൈസ എടുക്കാൻ മറന്നുപോയതാ. ഇതൊക്കെയല്ലേ ഷെഫീഖിനൊരു സന്തോഷം. ബാക്കി പൈസ എടുത്തോ. ഇവന്റെ കാര്യം ഇങ്ങനെയൊക്കെ. വണ്ടി എടുക്ക, വിശന്ന് ഒരു പരിപാടി. പോട്ടെ പോട്ടെ പോട്ടെ. പോയി ഉണ്ണിയപ്പം പോയി. എന്താ അത്, പഴയ പ്രതാപമൊന്നും ഇല്ലല്ലോ. ഒന്നിനും കൊള്ളില്ല. കൊതിച്ചു എന്താ ശംസു, ഫുൾ ഫീലിങ്സ് ആണല്ലോ. ഉണ്ണിയപ്പം മോശമാകുന്നതേ അപ്പുറത്തെ ഓമനയുടെ കണ്ണേറാന്നാ ഇവള് പറയുന്നത്. അതിന്റെ ഫീലിങ്സാ. ഉണ്ണിയപ്പം മോശം എന്താ? ഉമ്മ ഉണ്ടാക്കിയ കൂമ്പ് തോരൻ സൂപ്പർ ആയിട്ട്. അതെ, എന്റെ മോന് വേണ്ടി മാത്രം നട്ടു വളർത്തിയ വാഴയൊന്നും ഉണ്ടാക്കിയതോ, അതുകൊണ്ട് ഇത്ര ടേസ്റ്റ്. സ്വന്തം വാഴയെന്ന് തന്നെയാണ്. ഔറംഗസീബേ കഴിച്ചേ. മാമ ചേരുന്ന തട്ടിക്കളയുന്നോ? ആരെ പൊടി കുഞ്ഞിന് ഓറഞ്ചിന് പേരിട്ടെ? എടാ, ഞാൻ ഇട്ടെന്നറിഞ്ഞോണ്ട് നീ ഇപ്പൊ കളിയാക്കാൻ വേണ്ടി ചോദിച്ചാലോ? എന്താടാ ഔറംഗസേബിന് ഇത്ര കുഴപ്പം? ഒരു ചക്രവർത്തിയുടെ പേരാ, അറിയാവോ? ആണോ ഉമ്മ? ഒരു ചക്രവർത്തിയുടെ പേരാണ് എന്റെ മോനിട്ടത്. അതേടി, അറിയത്തില്ലേ? ഇല്ല. സ്വന്തം പാപ്പായെ പിടിച്ച് ജയിലിന്റെ അകത്തിട്ട ചക്രവർത്തിയുടെ പേരാ ഔറംഗസേബ്. മനസ്സിലായോ? അനസിക്കേ, ഇവൻ മിക്കവാറും ജയിലിൽ കയറും. ചക്രവർത്തിയുടെ ഇത് കണ്ടോ ഉമ്മ? നമുക്ക് എന്തെങ്കിലും സാധനം മേടിച്ചോണ്ടിരാൻ പറഞ്ഞ ഇവന് അളവ് തെറ്റും, ഡിസൈൻ തെറ്റും. ദേ ഇത് കണ്ടോ? നീ എപ്പ പിടിച്ചു നോക്കിയിട്ട് അവളുടെ കൈയൊക്കെ? അതെ, അവന്റെ പെണ്ണിന്റെ വളയിടിന്നെ. അവനല്ല പിന്നെ ഇത് ആരാ വാങ്ങുന്നേ?